പ്രൈസ് ദി ലോർഡ്. വേദശാസ്ത്രത്തിന്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 1-2 പാർട്ടുകളിൽ നമ്മൾ കണ്ടു, നമ്മുടെ ഹൃദയത്തിൽ കുത്തുകൊള്ളണം. ഒരു വ്യക്തി വചനം കേൾക്കുമ്പോൾ ഒന്നാമതായി അവന്റെ ഹൃദയത്തിൽ കുത്തുകൊള്ളണം, രണ്ടാമതായി അവന്റെ ഹൃദയം കത്തണം എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഇന്ന് മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ ചിന്തിക്കുന്നത്, വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം കലങ്ങണം. അതിനാധാരമായിട്ട് മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 20-ാം വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് അറിഞ്ഞ് അവനെ ഭയപ്പെടുകയും അവനെ കാത്തുകൊള്ളുകയും ചെയ്തു. അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങിയെങ്കിലും സന്തോഷത്തോടെ കേട്ടുപോകുന്നു. അപ്പൊ ഇവിടെ യോഹന്നാന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങി എന്ന് വചനത്തിൽ എഴുതിയിരിക്കുക. അതായത് ഹെരോദാവ് കലങ്ങാനുള്ള കാരണമുണ്ട്. അതിന്റെ 17-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ, ഹെരോദാ തന്റെ സഹോദരനായ ഫിലിപ്പോസിന്റെ ഭാര്യ ഹെരോദിയെ പരിഗ്രഹിച്ചത് കൊണ്ട് അവൾ നിമിത്തം ആളെ അയച്ച് യോഹന്നാനെ പിടിച്ച് തടവിലാക്കിയിരുന്നു. സഹോദരന്റെ ഭാര്യയെ പരിഗ്രഹിക്കുന്നത് നിനക്ക് വിഹിതമല്ല എന്ന് യോഹന്നാൻ ഹെരോദാവോട് പറഞ്ഞിരുന്നു. ഹെരോദിയോ അവന്റെ നേരെ പകവെച്ച് അവനെ കൊല്ലുവാനും ഇച്ഛിച്ചു, സാധിച്ചില്ല താനും. എന്നിട്ടാണ് അടുത്ത വാക്യം പറഞ്ഞത്, യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള പുരുഷൻ എന്ന് ഹെരോദാവ് പറഞ്ഞ് അവനെ ഭയപ്പെട്ടു. അത് മാത്രമല്ല, അവന്റെ വചനം കേട്ടിട്ട് വളരെ കലങ്ങി എന്ന് വചനത്തിലിരിക്കുക. അപ്പോൾ യഥാർത്ഥത്തില് ഈ യോഹന്നാനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, യോഹന്നാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒന്നും നടത്തിയിട്ടില്ല. പക്ഷേ യോഹന്നാന്റെ വാക്കിന് ഒരു ശക്തി ഉണ്ടായിരുന്നു എന്ന് വചനം കൃത്യമായിട്ട് വെളിപ്പെടുത്തി വയ്ക്കുകയാണ്. അപ്പൊ അതിന്റെ കാര്യം എന്താണ്? യോഹന്നാൻ നീതിയും വിശുദ്ധിയുമുള്ള ഒരു പുരുഷനായിരുന്നു എന്ന് വചനത്തിൽ വെളിപ്പെടുത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മൾ നീതിയും വിശുദ്ധിയുമുള്ള വ്യക്തികളാണെങ്കിൽ നമ്മുടെ വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഭയമുണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഇത് ഹെരോദാവിനെ കുറിച്ചല്ലേ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. നമുക്കറിയാം, ഇന്ന് പുതിയ നിയമം പഠിക്കുമ്പോൾ കൊരിന്ത്യ സഭയില് പക്ഷം പിടിക്കുന്നവരുണ്ടായിരുന്നു, അപ്പന്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കൊരിന്ത്യ സഭയില് പാപികൾ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഗലാത്യ സഭയില് ജഡീകന്മാരുണ്ടായിരുന്നു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 19 വാക്യങ്ങളില് അവിടെ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അനേകം കാര്യങ്ങളെ കുറിച്ച് പറയുക. ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദുർനപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ഇത് ഗലാത്യ വിശ്വാസികളോടാണ് പറയുന്നത്. ആത്മാവിനാൽ നിങ്ങൾ ജഡത്തിന്റെ പ്രവർത്തികളെ ഉപേക്ഷിക്കണം. അപ്പൊ വളരെ കൃത്യമാണ്, ഗലാത്യ സഭയിൽ എന്താണ് ജഡത്തിന്റെ പ്രവർത്തികൾ വെച്ചുകൊണ്ടിരിക്കുന്നവർ ഉണ്ടായിരുന്നു എന്ന് വചനത്തിൽ വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തി വെച്ചിരിക്കുക. നമ്മൾ പഴയ നിയമം പഠിക്കുമ്പോഴും യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 33-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം, യെശയ്യാ പ്രവചനം 33-ന്റെ 14-ാം വാക്യം, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിലാർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിലാർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. അപ്പൊ സിയോനിൽ പാപികളുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ അവർക്കൊക്കെ ഇനി നടുക്കം പിടിക്കാൻ പോവുക. യഥാർത്ഥമായ ദൈവവചനം അവരുടെ ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് നടുക്കം പിടിക്കും. അതിന് ഇന്ന് ഉപദേശം നമ്മൾ പറയുന്നില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയേ, അടുത്ത 15-ാം വാക്യം പറയാണ്: നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെ കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ, ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും, പാറക്കോട്ടകൾ അവന്റെ അഭയസ്ഥാനമായിരിക്കും. അപ്പോൾ എങ്ങനെയുള്ളവനാണ് ഉയരത്തിൽ വസിക്കുന്നത്? അവിടെ പറയണം, നീതിയായി നടന്ന് നേർ പറയണം. ആമേൻ. നമ്മൾ എന്ത് ചെയ്യും? നുണ പറയുന്നവരാകരുത്, നേർ പറയണം. നുണ പറഞ്ഞാൽ എന്താണ്? വീരുക്കൾ, വെളിപ്പാട് 21:8, വീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, ബിംബാരാധികൾ എന്നിവർക്കും ഭോഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിൽ എത്രയത് 2ാമത്തെ മരണം.
അപ്പൊ ബോസ്ക് പറഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ മരണമാകുന്ന നിത്യ നരകത്തിലേക്ക് പോകുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ സത്യം മാത്രമേ സംസാരിക്കാവൂ. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി, നിസ്സാര ലാഭത്തിന് വേണ്ടി നോണ നമ്മൾ പറയരുത്. ആവശ്യമില്ലാതെ നോണ നമ്മൾ പറയരുത്. രണ്ടാമതായി പറയുകയാണ്, പീഡനത്താലുള്ള ആദായം പൊറുക്കണം. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ലാഭത്തിന് വേണ്ടി നോണ പറയുന്ന അനേകരുണ്ട്. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവർ. നമ്മൾ ഭാഗത്തേക്ക് വരാം. 15-ാം സങ്കീർത്തനത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയാണ്,